500 രൂപയുടെ നോട്ടുമാലകൾ കെട്ടിത്തൂങ്ങി കിടക്കുന്നത് കണ്ടപ്പോഴാണ് അതിലേക്ക് നോട്ടം ചെന്നത്. ഒറിജിനലിനെ വെല്ലും രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. പുഷ്പയുടെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഒരു പാക്കിംഗ് ഇവിടെ എത്ര പെട്ടെന്ന് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനിങ്ങനെ വിലയിരുത്തിയത്. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒറിജിനലിനെ വെല്ലും തരത്തിലാണ് ഈ ഒരു നോട്ടിൻ്റെ നിർമ്മാണവും അതുപോലെ തന്നെ ഈ ഒരു പാക്കിങ്ങിൻ്റെ അപ്ഡേറ്റുമാണ് എന്നെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിച്ചത്. എത്ര പെട്ടെന്നാണ് പല സാധനങ്ങളും മാർക്കറ്റിൽ ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഞാനിങ്ങനെ വിലയിരുത്തി കണ്ടത്. ചായ കുടിക്കാനായിട്ട് ഈ ഒരു ഷോപ്പിലേക്കാണ് വന്നത്. അപ്പോൾ ഇതൊരു ഫാമിലി നടത്തുന്ന ഷോപ്പാണെന്ന് മനസ്സിലായി. ഈ ഒരു പാക്കറ്റിൽ വരുന്നത് ഇതുപോലത്തെ ബോണ്ടകളാണ്. ഉണ്ടയായിട്ട് കിടക്കുന്ന ആ പാക്കറ്റ് നിറയെയുള്ള സാധനങ്ങൾ. ചിലപ്പോൾ പുഷ്പ വിജയിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ കടക്കാർക്ക് ഫ്രീ ആയി നൽകിയതാണോ എന്നും ചിന്തിച്ചു പോയി. ഇതൊരു വീടാണ്. വീടിൻ്റെ മുൻവശത്തായിട്ടുള്ള ചെറിയൊരു കട ഫാമിലി ആയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടങ്ങളിലൊക്കെ തന്നെ വാഹനങ്ങൾ പാർക്കിംഗ് ചെയ്യാനായിട്ടുള്ള സംവിധാനവുമുണ്ട്. ഒറിജിനൽ നോട്ടാണ് മേലെ കാണുന്നത്. താഴെ കാണുന്നതെല്ലാം തന്നെ കുട്ടികൾക്കായിട്ടുള്ളതും. എന്ത് ഡിഫറൻ്റ് ആണ് ഇതിൽ വരുന്നത് എന്ന് വിലയിരുത്താനായിട്ടാണ് ഞാനിത് എടുത്തു നോക്കിയത്. മറുഭാഗവും സെയിം ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എൻ്റെ കയ്യിലുള്ള നോട്ട് കുറച്ച് ചളി പിരണ്ടു എന്നുള്ളത് മാത്രമേ വ്യത്യാസം തോന്നുന്നുള്ളൂ.